മതേതര ഇന്ത്യയുടെ നായകന് പേരമ്പ്രയിലേക്ക് സ്വാഗതം. Senior UDF leaders on the dais, UDF candidate Fatima Talia, UDF Congress workers, brothers and sisters, I'd like to welcome all of you here. Thank you for coming here in the sun. വേദിയിലിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ മുതിർന്ന നേതാക്കളെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഫാത്തിമ തഹ്ലിയ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ, ഇവിടെ എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഈ കടുത്ത ചൂടിലും നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. We are fighting against the LDF in Kerala, but it is fully supported by Narendra Modi and the BJP. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പോരാടുന്നത് LDF-നെതിരെയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയാണ്. പക്ഷേ LDF-നെ പൂർണ്ണമായും നരേന്ദ്രമോദിയും BJP-യും പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. Because Narendra Modi knows that the only people that really challenge him, fight him, is the Congress Party and the UDF. കാരണം നരേന്ദ്രമോദിക്ക് അറിയാം, നരേന്ദ്രമോദിയെ എതിരിടാൻ കഴിയുന്ന, നരേന്ദ്രമോദിക്ക് വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം ആണെന്ന് നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം. I'm standing here in front of you. I'm out on bail. Narendra Modi took away my house, cancelled my Lok Sabha membership. I was interrogated for 55 hours by ED because I opposed Narendra Modi and the RSS. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുൻപിൽ ഇന്ന് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജാമ്യത്തിലാണ് പുറത്തു നിൽക്കുന്നത്. എനിക്കെതിരെ 36 കേസുകളുണ്ട്. എന്റെ ലോക്സഭാ അംഗത്വം അവർ അയോഗ്യമാക്കി, എന്റെ ഔദ്യോഗിക വസതി അവരെടുത്തു മാറ്റി. ഇതെല്ലാം ഞാൻ BJP-ക്കും RSS-നും എതിരെ പോരാടുന്നത് കൊണ്ടും അവർക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ടുമാണ് നരേന്ദ്രമോദി ഇത് ചെയ്യുന്നത്. I oppose the BJP because they divide India, they spread hatred, they spread anger in our country. ഞാൻ എന്തുകൊണ്ടാണ് BJP എതിർക്കുന്നതെന്ന് അറിയാമോ? അവർ ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട്, അവർ ഈ രാജ്യത്തെ വിദ്വേഷം പടർത്തുന്നതുകൊണ്ട്, ഈ രാജ്യത്ത് മുഴുവൻ ദേഷ്യം കോപം പകർത്തുന്നത് കൊണ്ടാണ് ഞാൻ BJP എതിർക്കുന്നത്. And most important, they use religion in their politics. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടതായി അവരുടെ രാഷ്ട്രീയത്തിൽ അവർ മതത്തെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവർക്കെതിരെ പോരാടുന്നത്. Just look, in every single speech of his, Narendra Modi talks about Hinduism, God and temples. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നരേന്ദ്രമോദിയുടെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം ഹിന്ദു മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും അമ്പലങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ട്. But when the CPM leaders, they stole gold from Sabarimala temple, from Ayyappa, the Prime Minister says nothing. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, ശബരിമല ക്ഷേത്രത്തിൽ നിന്ന്, അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്ന് CPM നേതാക്കൾ സ്വർണം മോഷ്ടിച്ചപ്പോ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. Suddenly he has forgotten God. പെട്ടെന്ന് അദ്ദേഹം ദൈവത്തെ മറന്നുപോയി. Suddenly he has forgotten religion. പെട്ടെന്ന് അദ്ദേഹം മതത്തെയും മറന്നുപോയി. Suddenly he has forgotten temples. പെട്ടെന്ന് അദ്ദേഹം ക്ഷേത്രങ്ങളെയും മറന്നുപോയി. It is a proven fact that CPM leaders have stolen gold from Sabarimala and replaced it with brass. ഇത് തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. CPM-ന്റെ നേതാക്കൾ ശബരിമലയിൽ നിന്ന് സ്വർണം കവർന്നെടുത്തിട്ട് അവിടെ ചെമ്പ് കൊണ്ട് മാറ്റി വെച്ചു എന്നുള്ളത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. And yet the Prime Minister does not say one word when he comes to Kerala. എന്നിട്ടും കേരളത്തിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. Because he is supporting the left front. കാരണം അദ്ദേഹം ഇടതുപക്ഷത്തെയാണ് പിന്തുണയ്ക്കുന്നത്. Second thing, I've got 36 cases against me. I've had my house taken away. Why is there no BJP attack on the Chief Minister of Kerala? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കെതിരെ 36 കേസുകളുണ്ട്, എന്റെ ഔദ്യോഗിക വസതി എടുത്തു മാറ്റി. പക്ഷെ എന്തുകൊണ്ടാണ് BJP കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാത്തത്? How come there is no ED interrogation of Chief Minister? No interrogation of his children? No arrest of Chief Minister? No arrest of his children? How come? എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുട്ടികളെ ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ അറസ്റ്റ് ഇവിടെ ഉണ്ടാകാത്തത്? Because Narendra Modi wants LDF to win.
എന്തുകൊണ്ടെന്നാൽ നരേന്ദ്രമോദിക്ക് വേണ്ടത് LDF ജയിക്കണമെന്നതാണ് നരേന്ദ്രമോദിക്ക് വേണ്ടത്. But who is Narendra Modi? That's an even more interesting question. പക്ഷേ ഈ നരേന്ദ്രമോദി ആരാണ്? അത് അതിലും താല്പര്യമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. He is the same man who has signed the US-India deal. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ഒപ്പുവെച്ച രാഷ്ട്രതന്ത്രജ്ഞനാണ് നരേന്ദ്രമോദി. He has handed over Indian agriculture, our farmers' future, to America. ഇന്ത്യയുടെ കാർഷിക മേഖല, ഇന്ത്യയിലെ കർഷകരുടെ ഭാവി അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുത്ത ആളാണ് നരേന്ദ്രമോദി. He has handed over our energy security to America. India cannot buy oil from who it wants today. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ അദ്ദേഹം അമേരിക്കയ്ക്ക് കൈമാറ്റം നൽകി. ഇന്ത്യക്ക് ആരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കണമോ അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ സാധിക്കില്ല. If we want to buy oil from Iran, if we want to buy oil from Russia, if we want to buy oil from Iraq or Saudi Arabia, we have to take permission of the United States of Donald Trump. നമുക്ക് ഇറാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ റഷ്യയിൽ നിന്നോ ഇന്ധനോ എണ്ണ വാങ്ങണമെങ്കിൽ നമുക്ക് അമേരിക്കയുടെയും ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി എടുത്ത ശേഷം മാത്രമേ അത് സാധിക്കുകയുള്ളൂ. India's entire data has been handed over to the United States. They can store it wherever they want. ഇന്ത്യയുടെ മുഴുവൻ ഡേറ്റ വിവരശേഖരം അമേരിക്കയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. അവർക്ക് എവിടെ ആഗ്രഹിക്കുന്നോ അവർക്ക് എവിടെ അത് സംഭരിക്കാൻ സൂക്ഷിക്കാൻ സാധിക്കും. They can use it however they want. അവർക്ക് എങ്ങനെ ആഗ്രഹമുണ്ടോ ആ രീതിയിൽ നമ്മുടെ ഡേറ്റ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. The same Narendra Modi has committed to Donald Trump that every year he will buy 9.5 lakh crores of products from America. ഈ അതേ നരേന്ദ്രമോദി തന്നെ ഡൊണാൾഡ് ട്രംപിന് വാക്ക് കൊടുത്തിട്ടുണ്ട് ഓരോ വർഷവും 9.5 ലക്ഷം കോടിയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുമെന്ന്. What will happen to our producers? What will happen to our small businesses? What will happen to our medium businesses? ഇതിങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ചെറുകിട വ്യവസായങ്ങൾക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഇടത്തരം വ്യവസായങ്ങൾക്ക് എന്ത് സംഭവിക്കും? The question is, why is our Prime Minister handed agriculture, our energy security, our data and our small and medium businesses to America? നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്. എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നമ്മുടെ കാർഷിക മേഖല, നമ്മുടെ വിവരശേഖരം, അതുപോലെ നമ്മുടെ ഊർജ്ജ സുരക്ഷ ഇതെല്ലാം അമേരിക്കയ്ക്ക് കൈമാറുന്നത് എന്തുകൊണ്ടാണ്? Can you imagine that Donald Trump tweeted that the Prime Minister of India calls him sir? നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഡൊണാൾഡ് ട്രംപ് ട്വീറ്റിൽ എഴുതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ സർ എന്നാണ് വിളിക്കുന്നത്. He abuses the Prime Minister of India whenever he feels like. നരേന്ദ്രമോദിയെ എപ്പോ വേണമെന്ന് തനിക്ക് തോന്നുമ്പോഴൊക്കെ ഡൊണാൾഡ് ട്രംപ് അവഹേളിക്കുകയാണ്. And publicly says that he can destroy Narendra Modi anytime he wants. അദ്ദേഹം പരസ്യമായി ഒന്ന് പറയുകയാണ് അദ്ദേഹത്തിന് എപ്പോ വേണമെന്ന് വിചാരിച്ചാലും നരേന്ദ്രമോദിയെ നശിപ്പിക്കാൻ സാധിക്കുമെന്ന് പറയുകയാണ്. The sad thing is that he's telling the truth. ഏറ്റവും വിഷമമുള്ള വസ്തുത എന്ന് പറയുന്നത് ഇതാണ്, സത്യം വെളിവാക്കുന്നതെന്നാണ്. He has full control of Narendra Modi. ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദിയുടെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. Why? Because 3.5 million Epstein files are yet to be released and Trump can decide whether they're going to be released or not. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇനിയും 3.5 ദശലക്ഷം എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വരാനുണ്ട്. അത് എപ്പോ പുറത്തു വരണമെന്ന് ട്രംപിന് തീരുമാനിക്കാൻ സാധിക്കും. The secret of our Prime Minister's character is in those files. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വഭാവത്തിന്റെ രഹസ്യം ആ ഫയലുകളിലാണുള്ളത്. And Donald Trump knows that. അത് ഡൊണാൾഡ് ട്രംപിന് നന്നായി അറിയാം. The second control that Donald Trump has on Mr. Modi is Adani. ഡൊണാൾഡ് ട്രംപിന് മോദിയുടെ മേലുള്ള രണ്ടാമത്തെ നിയന്ത്രണം എന്ന് പറയുന്നത് മിസ്റ്റർ അദാനിയാണ്. Adani is not an ordinary company. അദാനി എന്ന് പറയുന്നത് ഒരു സാധാരണ കമ്പനി അല്ല. Nobody does something for nothing in business. ആർക്കും ഒന്നും കിട്ടാതെ ബിസിനസ്സിൽ ഒന്നും വ്യവസായത്തിൽ ആർക്കും ഒന്നും കിട്ടാതെ ഒന്നും കൊടുക്കാറില്ല. And Adani has been given access to every single Indian business. Airports, ports, cement, infrastructure, solar, wind, every business has been handed over to Adani. ഇന്ത്യയിലെ എല്ലാ വ്യവസായങ്ങളും, അത് എയർപോർട്ടുകളാകട്ടെ, തുറമുഖങ്ങളാകട്ടെ, വിൻഡ് എനർജി ആവട്ടെ, സൗരോർജ്ജമാകട്ടെ, അതുപോലെ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളാവട്ടെ, എല്ലാം അദാനിക്ക് നൽകിയിരിക്കുകയാണ്. This was not done for free. ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല. Adani is the financial system of the BJP. അദാനി എന്ന് പറയുന്നത് ബിജെപിയുടെ സാമ്പത്തിക സംവിധാനമാണ്. And Donald Trump understands this. അത് ഡൊണാൾഡ് ട്രംപിന് നന്നായി മനസ്സിലായിട്ടുണ്ട്. And that is why there is a case against Mr. Adani, criminal case in the United States. അതുകൊണ്ടാണ് അദാനിക്കെതിരെ അമേരിക്കയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു ക്രിമിനൽ കേസ് ഉള്ളത്. Adani cannot go to the United States. Adani cannot go to Europe because he's scared of getting arrested. അദാനിക്ക് അമേരിക്കയിലേക്ക് പോകാൻ പറ്റില്ല, അദാനിക്ക് യൂറോപ്പിലേക്ക് പോകാൻ പറ്റില്ല, കാരണം അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന് അദ്ദേഹത്തിന് പേടിയാണ്. But Adani is not the target. Modi is the target. പക്ഷേ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അദാനിയല്ല, അവരുടെ ലക്ഷ്യം നരേന്ദ്രമോദിയാണ്. In fact, don't even see these two as different. They are the same thing.
ഒരർത്ഥത്തിൽ നിങ്ങൾ അദാനിയെ മോദിയെ രണ്ടായിട്ട് കാണേണ്ട ആവശ്യമേ ഇല്ല. ഇവർ രണ്ടുപേരും ഒരാൾ തന്നെയാണ്. Modi, Adani, Modani is the same thing. മോദി അദാനി അല്ല, മോദാനി. ഇവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. And you know this and Donald Trump knows this. ഇത് നിങ്ങൾക്കറിയാം, അതുപോലെ ഡൊണാൾഡ് ട്രംപിനും ഈ കാര്യം അറിയാം. That is why when he picks up the phone and tells Modi, you go to Israel, Modi goes straight to Israel. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഫോൺ എടുത്തിട്ട് മോദിയോട് പറയുന്നു, മോദി ഇസ്രയേലിലേക്ക് പോകാൻ പറയുമ്പോൾ ഉടനെ മോദി ഇസ്രയേലിലേക്ക് പോകും. That is why when Donald Trump says you will sign the US deal, Modi signs the US deal. അതുകൊണ്ടാണ് എപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നിങ്ങൾ ഈ വ്യാപാര കരാർ ഒപ്പിട്ടോളൂ എന്ന് പറയുന്ന ഉടനെ നരേന്ദ്രമോദി ആ വ്യാപാര കരാർ ഒപ്പിടും. And that is why when I give a speech in Parliament and I threaten to raise Epstein and Adani, Narendra Modi runs away from Parliament. അതുകൊണ്ടാണ് ഞാൻ പാർലമെന്റിൽ സംസ്കാരിക്കാൻ എഴുന്നേറ്റിട്ട് ഞാൻ എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ചും അദാനിയെ കുറിച്ചും പറയുമെന്ന് പറയുമ്പോൾ പാർലമെന്റിൽ നിന്ന് നരേന്ദ്രമോദി ഓടി രക്ഷപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. And don't worry, please understand one thing. നിങ്ങൾ വിഷമിക്കേണ്ട, ഒരു കാര്യം ദയവായി മനസ്സിലാക്കുക. No matter what happens, Congress party is going to get Mr. Narendra Modi. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി നരേന്ദ്രമോദിയെ പിടിക്കുക തന്നെ ചെയ്തിരിക്കും. Don't worry. He can run as long, as fast as he wants, as far as he wants. In the end, the Congress party is going to catch Narendra Modi. നിങ്ങൾ വിഷമിക്കേണ്ട, നരേന്ദ്രമോദിക്ക് എത്ര വേഗത്തിൽ വേണമെങ്കിലും ഓടാം, എത്ര ദൂരത്തിൽ വേണമെങ്കിലും ഓടാം, പക്ഷെ അവസാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നരേന്ദ്രമോദിയെ പിടിക്കുക തന്നെ ചെയ്തിരിക്കും. And we are going to show the entire country what the Prime Minister of India actually is. അതുമാത്രമല്ല, ഞങ്ങൾ ഈ രാജ്യത്ത് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ആരാണ്, എന്താണെന്നുള്ളത് ഞങ്ങൾ ഈ രാജ്യത്തിന് മുഴുവൻ കാട്ടിക്കൊടുക്കും. Now, I explained to you how Donald Trump controls Narendra Modi. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തന്നു എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നതെന്ന്. The same thing is going on in Kerala. ഇതേ കാര്യം തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. The same way Trump is controlling Modi, Modi is controlling your chief minister. എങ്ങനെയാണോ ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്, അതേ രീതിയിലാണ് നരേന്ദ്രമോദി നിങ്ങളുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. If Modi says jump up, your chief minister will jump up. നരേന്ദ്രമോദി പറയുകയാണ് എഴുന്നേറ്റ് ചാടാൻ പറഞ്ഞ ഉടനെ നിങ്ങളുടെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് ചാടും. If Modi says lie down, chief minister will lie down. ഇപ്പൊ മോദി പറയാണ് അവിടെ കിടക്കാൻ പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ കിടക്കും. If Modi says give Adani this business, chief minister will give Adani that business. മോദി പറയാണ് നിങ്ങൾ അദാനിക്ക് ഈ വ്യവസായം കൊടുക്കുമെന്ന് പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി അതുടനെ അദാനിക്ക്. He is not the chief minister of Kerala. He is fully controlled by the Narendra Modi. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം പൂർണ്ണമായി നരേന്ദ്രമോദിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. And that is why the people of Kerala have decided that a UDF government is coming in Kerala. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണ് വരാൻ പോകുന്നതെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. You know better than me what is happening in the Middle East. എന്നെക്കാളും വ്യക്തമായി നിങ്ങൾക്കറിയാം നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിൽ, മധ്യേഷ്യയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. You know the drama that is unfolding there. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടകം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. A tragedy is taking place. അവിടെ വലിയൊരു ദുരന്തമാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. And nobody knows where it will end, where it will go. അതെപ്പോ ഇല്ലാതാകും, എപ്പോ അവസാനിക്കുന്നു നമുക്ക് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. And the people of Kerala are going to be directly affected. The people of India are going to be directly affected. അതിലെ കേരളത്തിലെ ജനങ്ങൾ, അതുപോലെ ഇന്ത്യയിലെ ജനങ്ങൾ അതിന്റെ നേരിട്ടുള്ള അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നവരാണ്. Fuel prices are going to rise. ഇന്ധന വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, കൂടാൻ പോവുകയാണ്. Inflation is going to go up. പണപ്പെരുപ്പം വർദ്ധിക്കാൻ പോവുകയാണ്. An earthquake, financial earthquake is coming. ഒരു സാമ്പത്തിക ഭൂകമ്പം ഇവിടെ വരാൻ പോവുകയാണ്. You will see 1 or 2 months from now a financial earthquake is coming. ഇനി 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ഒരു സാമ്പത്തിക ഭൂകമ്പം ഇവിടെ വരാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. What is the LDF government doing to protect you? നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ LDF ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? Modi cannot do anything. മോദിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. He is run by Donald Trump. അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത്, അദ്ദേഹം മുൻപോട്ട് പോകുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ നിയന്ത്രണത്തിലാണ്. He will decide whatever Donald Trump tells him. മോദി എന്ത് തീരുമാനിക്കുന്നു അതെല്ലാം ഡൊണാൾഡ് ട്രംപ് പറയുന്ന കാര്യങ്ങളാണ് മോദി He will തീരുമാനിക്കുന്നത്. say yes sir, yes sir, yes sir and keep doing what he says. Yes sir, yes sir, yes sir എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് പറയുന്നതൊക്കെ മോദി ചെയ്തുകൊണ്ടേയിരിക്കും. But what is the Kerala government doing to protect you?
പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? What is the Kerala government doing to make your life easier? നിങ്ങളുടെ ജീവിതം എളുപ്പമുള്ളതാക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? What is Kerala government doing for employment in this state? ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലുണ്ടാക്കാൻ വേണ്ടി എന്താണ് കേരള ഗവൺമെന്റ് What has it done to counter brain drain over the last 10 years? ഇവിടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് പുറത്തേക്ക് പോയി നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ മേധാശക്തി പുറത്തു പോകുന്നതിനെ തടയാൻ എന്താണ് What ഗവൺമെന്റ്? has it done to protect rubber farmers and other farmers? റബ്ബർ കർഷകരെയും മറ്റു കർഷകരെയും സംരക്ഷിക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് എന്താണ് ചെയ്തത്? You know this better than I do. എനിക്കറിയാവുന്നതിലേക്കും മെച്ചമായിട്ടുണ്ട് നിങ്ങൾ. You have to face it, you have to deal with it. കാരണം നിങ്ങളാണ് ഇത് നേരിടുന്നത്, ഇത് കൈകാര്യം ചെയ്യുന്നത് നിങ്ങളാണ്. So the first thing the UDF government is going to do is going to set up a system that protects you. അതുകൊണ്ട് ആദ്യമായി ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. That gives you slight protection in the environment that we are going towards. നമ്മൾ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു പരിസ്ഥിതിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടുള്ള സംരക്ഷണം നൽകുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾ Now I ഉറപ്പാക്കുന്നത്. can see a lot of young ladies here and you have a young candidate fighting the election over here. എനിക്കിവിടെ ഒരുപാട് സ്ത്രീകളെ കാണാൻ സാധിക്കും. അതുപോലെ ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. And everybody knows, including the males, that the backbone of Kerala are its women. എല്ലാവർക്കും അറിയാം, ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ നട്ടെൽ എന്ന് പറയുന്നത് മലയാളി സ്ത്രീകളാണ്, കേരളത്തിന്റെ സ്ത്രീകളാണ്. It is the women of Kerala who look after the state and the future of Kerala. ഈ കേരളത്തെ നോക്കുന്നതും കേരളത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നതും കേരളത്തിലെ സ്ത്രീകളാണ്. Everybody knows. എല്ലാവർക്കും ഇതറിയാം. And so the first thing we are going to do is every single woman in Kerala is going to travel for free on Kerala state buses. ഞങ്ങൾ ആദ്യമായി ചെയ്യാൻ പോകുന്ന കാര്യം കേരളത്തിലെ ഓരോ സ്ത്രീയും കേരളത്തിലെ KSRTC ബസ്സുകളിൽ ഇനി മുതൽ സൗജന്യമായി യാത്ര ചെയ്യാൻ പോകുന്നു എന്ന കാര്യമാണ്. Doesn't matter how old you are, what you are doing, whether you are a housewife, whether you are studying, going to college, every single woman in Kerala is going to travel for free on the buses. നിങ്ങൾക്ക് എത്ര പ്രായമുണ്ടെന്നുള്ളത് പ്രശ്നമല്ല, നിങ്ങൾ പുറത്ത് ജോലിക്ക് പോകുന്നു എന്നുള്ളത് പ്രശ്നമല്ല, നിങ്ങൾ പഠിക്കുകയാണോ എന്ന പ്രശ്നമല്ല, നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന ആളാണോ എന്നുള്ളത് പ്രശ്നമല്ല. കേരളത്തിലെ എല്ലാ സ്ത്രീയും കേരളത്തിലെ KSRTC ബസ്സുകളിൽ ഇനി മുതൽ സൗജന്യമായി യാത്ര ചെയ്യാൻ പോവുകയാണ്. Why? So that you can fulfill your aspirations and your dreams. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്? കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ അഭിലാഷങ്ങളും സഫലീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. This will make it slightly easier for you, easier to travel and do whatever you like to do. നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ യാത്ര ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഇതിലൂടെ സാധിക്കും. The second thing we are going to do, again for the women of Kerala, is every single college going girl, university going girl is going to get 1,000 rupees every month in her bank account. നമ്മൾ ചെയ്യാൻ പോകുന്ന കേരളത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടി രണ്ടാമതായി ചെയ്യാൻ പോകുന്ന കാര്യം, കോളേജിലും സർവകലാശാലയിലും പഠിക്കുന്ന കേരളത്തിലെ ഓരോ പെൺകുട്ടിക്കും ഓരോ മാസവും 1000 രൂപ വീതം ആ കുട്ടിയുടെ അക്കൗണ്ടിൽ ലഭിക്കും. Senior citizens face their own unique problems. നമ്മുടെ നാട്ടിലെ പ്രായമായ മനുഷ്യർക്ക് അവരുടേതായ മാത്രം ചില പ്രശ്നങ്ങളുണ്ട്. So we are going to increase their pension to 3,000 rupees and have a specialized ministry for them in the state government. അതുകൊണ്ട് അവരുടെ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു മന്ത്രാലയം കേരളത്തിൽ രൂപീകരിക്കാനും ഞങ്ങൾ പോവുകയാണ്. Anybody who wants to start a business, any young person who wants to start a business will get an interest-free loan of 5 lakh rupees to start his business or her business. അത് മാത്രമല്ല, കേരളത്തിൽ ഒരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഓരോ ചെറുപ്പക്കാരിക്കും പലിശയില്ലാതെ 5 ലക്ഷം രൂപ വായ്പയായി നൽകുമെന്നും ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. And finally, the most important protection of them all. അവസാനമായി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷണം എന്ന് പറയുന്നത്, Everybody has someone who falls sick in their family at some point. നമുക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അസുഖമുള്ള രോഗബാധിതരായ ആരെങ്കിലും ഒക്കെ ഉണ്ട്. Heart disease, diabetes, cancer, these are things everybody has to deal with at some point. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ ക്യാൻസർ, അതുപോലെ പ്രമേഹം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് എല്ലാവർക്കും കടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ്. So we want to make it easier for you to deal with these health difficulties. ഇങ്ങനെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് അത് നേരിടുന്നത് കുറച്ചുകൂടെ എളുപ്പമുള്ളതാവണമെന്ന് ഞങ്ങൾ And that is why we are coming out with the Omen Chandy Health Insurance Scheme for Kerala. അതുകൊണ്ടാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയുമായി ഞങ്ങൾ കേരളത്തിൽ വരുന്നത്. This scheme is going to guarantee every single Kerala family 25 lakh insurance
health insurance. കേരളത്തിലെ ഓരോ കുടുംബത്തിലും ഈ പദ്ധതി പ്രകാരം 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഞങ്ങൾ ഉറപ്പാക്കിയിരിക്കും. Now, if your family members fall sick, you will have protection from the Women Chandy scheme. ഇപ്പോ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും അസുഖം വന്നാൽ ഇനി മുതൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് സംരക്ഷണം ഞങ്ങൾ ഉറപ്പാക്കും. And you will have top quality medical help. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള ആരോഗ്യ സംവിധാനങ്ങളുടെ സഹായം നിങ്ങൾക്ക് ഇതിലൂടെ ഞങ്ങൾ ലഭ്യമാക്കും. This scheme will also inject money into the healthcare system that the left front has destroyed. അതുപോലെ തന്നെ കേരളത്തിലെ LDF നശിപ്പിച്ച കേരളത്തിലെ ആരോഗ്യ മേഖലയിലേക്ക് കൂടുതൽ ധനം കുത്തിവെക്കാനും ഈ പദ്ധതിയിലൂടെ നമുക്ക് സാധിക്കും. And as a result, we will be able to train many more nurses and doctors and support staff. അതുകൊണ്ട് അതിന്റെ ഭാഗമായി നമുക്ക് ഒരുപാട് പുതിയ നഴ്സുമാരെയും ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാനും സാധിക്കും. Now, the left front calls itself a left party. നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണി അവരെ ഒരു ഇടത് പാർട്ടി എന്നാണ് വിളിക്കുന്നത്. They call themselves a party of the people, of the workers, of the laborers. അവരെ വിളിക്കുന്നത് ജനങ്ങളുടെ പാർട്ടി എന്നാണ്, തൊഴിലാളികളുടെ പാർട്ടി എന്നാണ് അവരെ സ്വയം വിളിക്കുന്നത്. We have clearly outlined what we are going to do in our government. ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞങ്ങൾ ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. What we are going to do to protect the people of Kerala, how we are going to transform the healthcare system, how we are going to put money into the pockets of entrepreneurs. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഞങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്, എങ്ങനെയാണ് കേരളത്തിലെ ഇവിടുത്തെ വ്യവസായ രംഗത്തേക്ക് ഞങ്ങൾ പൈസ കൊണ്ടുവരാൻ പോകുന്നത് എന്നൊക്കെ ഞങ്ങൾ നിങ്ങളോട് കൃത്യമായി പറഞ്ഞു. ഞങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. The left front has given you unemployment. It has made Kerala number 1 in drugs in the country. ലെഫ്റ്റ് ഫ്രണ്ട് ഇടതുപക്ഷ മുന്നണി കേരളത്തെ ഇവിടെ തൊഴിലില്ലായ്മയുടെ കേന്ദ്രമാക്കി മാറ്റുന്നു. അതുപോലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ കേന്ദ്രമാക്കി കേരളത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. The people cannot get a job, but if you are connected to the left front, if you are connected to the CPIM, you can get a job. കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് ജോലി കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷെ നിങ്ങൾ ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, അവിടുത്തെ നേതാക്കളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടും. This is the truth of your state. നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യം, സത്യം എന്ന് പറയുന്നത് ഇതാണ്. And if you ask ordinary left front workers whether they think the CPM and the left front is actually a left party, they will say no, it's not a left party, it's a corporate party. നിങ്ങൾക്കറിയോ, സാധാരണ ഇടതുപക്ഷ പ്രവർത്തകരോട് നിങ്ങൾ ചോദിക്കുക ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ശരിക്കും ഇടതുപക്ഷമാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ല, ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, ഇതൊരു മുതലാളിത്ത പാർട്ടിയാണെന്ന് ഇവിടുത്തെ സാധാരണ ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ പറയും. And in fact, leaders from the left front are fighting in the UDF. യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാം, ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കളാണ് ഇപ്പോ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. Today I met 2 of their dedicated leaders who are supported by the UDF. ഇന്ന് അങ്ങനത്തെ 2 നേതാക്കളെ ഞാൻ ഇവിടെ കണ്ടു. ഐക്യ ജനാധിപത്യ മുന്നണി പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷത്തിന്റെ മുൻ നേതാക്കളെ ഞാൻ കണ്ടു. And what is their complaint? Their complaint is that the LDF is no longer a left party. അവരുടെ പരാതി എന്താണ്? അവരുടെ ശരിക്കുള്ള പരാതി എന്ന് പറഞ്ഞാൽ LDF എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇടതുപക്ഷ പാർട്ടി അല്ല എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥ പരാതി. Their complaint is that the UDF, that the LDF is partnered with Narendra Modi. അവരുടെ പരാതി എന്ന് പറയുന്നത് LDFും നരേന്ദ്രമോദിയുമായിട്ട് കൂടിച്ചേർന്ന് കൂട്ടുകച്ചവടം നടത്തുന്നു എന്നതാണ് അവരുടെ പ്രധാന പരാതി. They are saying it. അത് അവരാണ് പറയുന്നത്. Their workers are saying it. അവരുടെ പ്രവർത്തകരാണ് പറയുന്നത്. Their leaders are saying it. അവരുടെ നേതാക്കളാണ് പറയുന്നത്. They are saying that they do not want a king, they want a chief minister. അവരാണ് പറയുന്നത്, ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരാണ് പറയുന്നത് അവർക്ക് വേണ്ടത് ഒരു രാജാവിനെ അല്ല മറിച്ച് ഒരു മുഖ്യമന്ത്രിയാണ് വേണ്ടതെന്ന് അവരാണ് പറയുന്നത്. And that is the truth of the chief minister. He does not listen to anybody. അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സത്യം എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹം ആര് പറയുന്നതും കേൾക്കില്ല. This is a fight between 2 different ideas. ഈ പോരാട്ടം എന്ന് പറയുന്നത് 2 വ്യത്യസ്തമായ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. I've been MP of Kerala for 5 years. I understand little bit about Kerala. ഞാൻ കേരളത്തിന്റെ ഒരു ജനപ്രതിനിധിയായിരുന്നു കഴിഞ്ഞ 5 വർഷങ്ങൾ. എനിക്ക് കേരളത്തെ കുറിച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ, Not as much as you do, but I understand little bit about your culture, about your spirit. നിങ്ങൾക്ക് അറിയുന്ന പോലെ എനിക്ക് കേരളത്തെ പറ്റി അറിയില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ സംസ്കാരത്തെ കുറിച്ച്, നിങ്ങളുടെ ആത്മാവിനെ കുറിച്ച്, മൂല്യങ്ങളെ കുറിച്ച് കുറച്ചൊക്കെ എനിക്കും അറിയാം. I know that Kerala believes in love over hatred. എനിക്കറിയാം കേരളം വിശ്വസിക്കുന്നത് വിദ്വേഷത്തിലുപരി സ്നേഹത്തിലാണ് കേരളം വിശ്വസിക്കുന്നത്. എനിക്കറിയാം. I know that Kerala believes in humility over arrogance. ധാർഷ്ട്യത്തിലുപരി കേരളം വിശ്വസിക്കുന്നത് വിനയത്തിലാണെന്ന് എനിക്കറിയാം. I know that Kerala believes in unity over disunity, over
over harming other people. വിഭാഗീയതയ്ക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനും പകരം കേരളം വിശ്വസിക്കുന്നത് ഐക്യത്തിലാണെന്ന് എനിക്കറിയാം. And that is the type of government we want to give you. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ A ആഗ്രഹിക്കുന്നത്. government that listens to you, is sensitive to you, is compassionate. നിങ്ങളെ കേൾക്കുന്ന, നിങ്ങളോട് സഹതാപമുള്ള, സഹാനുഭൂതിയുള്ള, നിങ്ങളോട് സംവേദനക്ഷമതയുള്ള ഒരു ഗവൺമെന്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് A government that unites the people of Kerala, കേരളത്തിലെ ജനങ്ങളെ ഒരുമിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ്, brings the people of different religions together. പല മതങ്ങളിൽപ്പെട്ട ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഗവൺമെന്റ്. That is what the UDF is trying to do. അതാണ് ഐക്യജനാധിപത്യ മുന്നണി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. And remember what I'm saying, because the time that is coming is extremely dangerous. ഞാൻ പറയുന്നത് നിങ്ങൾ ഓർക്കണം, മറക്കരുത്. ഇനി വരാൻ പോകുന്ന സമയം വളരെ അപകടകരമായ സമയമാണ്. You are seeing what has happened in Ukraine. You are seeing what has happened in West Asia. The world is becoming unstable. ഉക്രൈനിൽ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. മധ്യേഷ്യയിൽ എന്താ നടക്കുന്നത്, പൗരസ്ത്യ ദേശത്ത് മിഡിൽ ഈസ്റ്റിൽ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ലോകം വളരെയധികം അസ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്. The people from Kerala who lived in the Middle East understand this better than anybody else. They've been forced to come back or they're struggling over there. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയി താമസിക്കുന്ന ആളുകൾക്ക് ഇത് മറ്റാരെക്കാളും മെച്ചമായിട്ട് അറിയാം. കാരണം അവര് തിരിച്ചു വരാൻ നിർബന്ധിതരാകുകയാണ്, അവരവിടെ ബുദ്ധിമുട്ടുകയാണ്. And the most important thing in unstable times, in dangerous times, is that we all stand together. We are harmonious. We are not fighting. There's no hatred. ഇത്രയും അപകടകരമായ സമയങ്ങളിൽ, ഇത്രയും അസ്ഥിരതയുള്ള സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. നമ്മൾ പരസ്പരം പോരിടാതെ, വിദ്വേഷമില്ലാതെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. I'd like to thank all of you for coming here and listening to me so patiently. നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നതിനും വളരെ ക്ഷമയോടുകൂടി ഞാൻ പറഞ്ഞതൊക്കെ കേട്ടതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. Please support our candidates and give them all a thumping victory. നമ്മുടെ സ്ഥാനാർത്ഥികളെ എല്ലാം നിങ്ങൾ പിന്തുണയ്ക്കുക, അവർക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അവരെ വിജയിപ്പിക്കുക. And we have a young lady candidate here. Please give her your full support and make her win. ഇവിടെ നമുക്ക് ചെറുപ്പക്കാരിയായ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് നമുക്കുള്ളത്. നിങ്ങളുടെ എല്ലാ പിന്തുണയും ആ സ്ഥാനാർത്ഥിക്ക് നൽകുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. Thank you very much. താങ്ക് യു വെരി മച്ച്. നന്ദി. പേരാമ്പ്ര നമ്മൾ പിടിക്കില്ലേ? ഈ ആവേശം ബൂത്തിലെത്തില്ലേ? ഓരോ വീട്ടിലും എത്തില്ലേ? പേരാമ്പ്ര പിടിക്കോ? വാക്കാണോ?